ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ലിപ്സ്റ്റിക് കളക്ഷനാണ്. എൻ്റെ പേഴ്സണൽ ലിപ്സ്റ്റിക് കളക്ഷനാണ്. ഒരുപാട് ലിപ്സ്റ്റിക്സ് ഒന്നുമില്ല, ഒരു 10 ലിപ്സ്റ്റിക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ ആരും റിക്വസ്റ്റ് ചെയ്ത് ചെയ്യുന്ന വീഡിയോ ഒന്നല്ല. എൻ്റെ കയ്യിലിരിക്കുന്ന സംഭവങ്ങളൊക്കെ കൂട്ടി വെച്ച് ഉണ്ടാക്കിയ കുറച്ച് ലിപ്സ്റ്റിക്സൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എൻ്റെ ഇത് ഇത്രയും ലിപ്സ്റ്റിക്സ് ആണുള്ളത്. ഒരു ടോട്ടൽ 10 ലിപ്സ്റ്റിക്കാണ് എൻ്റെ ഇപ്പോൾ ഉള്ളത്. നമുക്ക് ആദ്യം തന്നെ എൻ്റെ ഫേവറേറ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്, ഡാസ്ലറിൻ്റെ DLC 029 എന്നുള്ള ഒരു ഷെയ്ഡ്. ഈ ഷെയ്ഡ് എന്ന് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് സ്റ്റോറിൽ തപ്പി നടന്നിട്ടുണ്ട്. ചേട്ടനെ കൊണ്ടായാലും കുറേ അന്വേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനും കടയിൽ പോയിട്ട് കുറേ അന്വേഷിച്ച് തന്ന ഷെയ്ഡാണ്. അപ്പോൾ ഒരിക്കലും ഇല്ല, എല്ലായിടത്തും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഷെയ്ഡ്. ഓൺലൈനിലുണ്ടായിരുന്നു, ഓഫ്ലൈനിലാണ്. ഞാനിത് യൂട്യൂബിൽ തന്നെ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ കണ്ടിട്ട് വാങ്ങിയതാണ്. ആൾ കുറച്ചും കൂടി നല്ല ഫെയർ ആയിട്ടുള്ള സ്കിന്നായിരുന്നു. ഞാൻ ഡസ്കി ടു മീഡിയം സ്കിൻ ടോൺ ആണ് എൻ്റെ. വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഈ വീഡിയോ എടുക്കാൻ ഞാൻ അലൗഡല്ല. അതുകൊണ്ട് തന്നെ തിക്കും നിരക്കും പിടിച്ചെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവണു, ഭയങ്കര വെപ്രാളം പിടിച്ചിട്ട് എന്തൊക്കെയോ ആവണു. അപ്പോൾ ഇതാട്ടോ ഷെയ്ഡ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. എനിക്കിതിടാൻ അത്ര കോൺഫിഡൻസ് ഇല്ല ഈ ഒരു ഷെയ്ഡ് ഇടാൻ. ഭയങ്കരമായിട്ടുള്ളൊരു എടുത്ത് കാണിക്കുന്ന ഒരു ഷെയ്ഡാണ്. ഞാനിത് ഒരു വട്ടാണ്ട് ഒരു പുറത്തേക്ക് പോകുമ്പോട്ടുണ്ട്, പിന്നെ ഞാൻ അതിന് ശേഷം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിന് റേറ്റ് വരുന്നത് ഒരു 190 ആ ഒരു റേറ്റ് തന്നെയാണ്. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഇത് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്, മാർസിൻ്റെ കോറസ് ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഇതും ഞാൻ നമുക്ക് ഷോർട്സിലൊക്കെ വരില്ലേ, നല്ല റെക്കമെൻഡേഷൻ പോലത്തെ അങ്ങനെ കണ്ട് വാങ്ങിയതാണിത്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്ത് വരാം. അതൊന്ന് ആപ്പിച്ചിട്ട് വരാം. അപ്പോൾ ഈ ഷെയ്ഡിനെ പറ്റി പറയുമ്പോൾ ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്. അത് ലോങ് ലാസ്റ്റിംഗ് ഒന്നല്ല, നമ്മൾ ഫുഡ് കഴിക്കുന്നതനുസരിച്ചിട്ടൊക്കെ അത് പോവും. ഞാൻ അടുത്ത ഷെയ്ഡ് കാണിച്ചു തരാം. ഇനി അടുത്തത് മാൾസിൻ്റെ ഈ കോറസ് ഗേളാണ്. ഇത് ഞാൻ ഇപ്പോൾ ഈ അടുത്ത് വാങ്ങിയതാണ്, വാലന്റൈൻസ് ഡേയുടെ ആ സമയത്ത് ഞാൻ വാങ്ങിയതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 സംതിങ് ആണ്. ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇതും അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. പക്ഷെ മറ്റേത് പോലെയല്ല, മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കുഴപ്പമില്ല, നല്ലൊരു ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ടത്. ഇതും ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, ഇതും പരക്കും. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും, കാരണം എല്ലായിടത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഷെയ്ഡാണ്. ഇതാണ് രണ്ടാമത്തെ ഷെയ്ഡ്, മാർസിൻ്റെ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഷെയ്ഡ്, മാർസിൻ്റെ കോറസ് ഗേൾ. മാച്ച് ചുണ്ടൊരു ഇതായി. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്, LA80യുടെ നട്ടി ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ്. എൻ്റെ ഫേവറേറ്റ് ഒരു ഷെയ്ഡാണ്, 10 gram.
ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 120 ബിലോ ആണ്. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് റിമൂവ് ചെയ്യാനാണ് ഏറ്റവും പാട്. ഇത് വേഗം തന്നെ പോന്നു. മറ്റേ മാൾസിൻ്റെ കോറസുകൾ കുറേ ഇട്ട് വരയ്ക്കേണ്ടി വന്നു. ഓക്കെ, പിന്നെ LITയുടെ ഈ ഷെയ്ഡ് ട്രാൻസ്ഫർ പ്രൂഫാണ്, പെട്ടെന്ന് പോവും. കുറേ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഫസ്റ്റ് ഇട്ടത് എന്തായാലും പോയിരിക്കും. നമ്മുടെ 4ാമത്തെ ഷെയ്ഡ് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്, ന്യൂ ഡ്രീം. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. വെറുതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് കഴിഞ്ഞു, അതിലൊന്നുമില്ല. പിന്നെ ഇത് പ്ലമ്മിൻ്റെ ട്രഫിൾ ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണിത്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യലില്ല. ജസ്റ്റ് എന്തിൻ്റെയെങ്കിലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നല്ലാണ്ട് ഞാനതങ്ങനെ യൂസ് ചെയ്യലില്ല. എന്നെ ഇത്തിരി വാഷ് ഔട്ട് ചെയ്യേണ്ട ഈ ഷെയ്ഡ്, ഞാൻ അതുകൊണ്ട് തന്നെ അത് അധികം യൂസ് ചെയ്യലില്ല. ഞാൻ ചില സമയത്ത് ഇതും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട്, അതായത് LITയുടെ ഇത് ഞാൻ ലേഔട്ട് പോലെ കൊടുക്കും. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പ്ലമ്മിൻ്റെ ട്രഫിൾ ടീസ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കും. ഇടയ്ക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇടാറുണ്ട്. എൻ്റെ ഉള്ളതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എൻ്റെ ഏറ്റവും വലിയ ഒരു ഹയസ്റ്റ് പ്രൈസിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ പ്ലമ്മിൻ്റെ ട്രഫിൾ ടീസ് എന്നുള്ള ഷെയ്ഡാണ്. ഇത് ഒരു 400 എബോവ് ആണ്. ബാക്കിയൊക്കെ ഒരു 100-200 റേഞ്ചിൽ വരുന്നതാണ്. 300 റേഞ്ചിലില്ല, 100-200 തന്നെയാണ്. ഇത് മാത്രമാണ് 400 എബോവ് പോയിട്ടുള്ളത്. ആൻഡ് ഇതെന്ന് പറയുമ്പോൾ അത് ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നുമല്ല. പക്ഷെ എനിക്കിത് ഇത്തിരി വാഷ് ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് അങ്ങനെ അധികം യൂസ് ആക്കലില്ല. യൂസ് ചെയ്യേണ്ടത് തന്നെ ഞാൻ ഇതും കൂടി യൂസ് ചെയ്യുക. LITയുടെയും പിന്നെ ഈ ട്രഫിൾ ടീസും കൂട്ടാണ് ഞാൻ യൂസ് ചെയ്യുക. അപ്പോൾ LIT ജസ്റ്റ് ലേഔട്ട് പോലെ കൊടുക്കും, ഉള്ളിൽ ഞാൻ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്കിത് എങ്ങനെയാണ് കിട്ടുക, എനിക്കിടയ്ക്ക് ഫീൽ ചെയ്യും. കാരണം എൻ്റെ കയ്യിലുള്ള എല്ലാ ഷെയ്ഡും എല്ലാ ലിപ്സ്റ്റിക്സും ഓൾമോസ്റ്റ് സെയിം ഷെയ്ഡാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഏകദേശം ഞാൻ അങ്ങനെ എൻ്റെ ന്യൂഡ് ഷെയ്ഡൊന്നും അങ്ങനെ വാങ്ങാറില്ല. പിങ്കിഷ് ആയിട്ടുള്ളത്, ബ്രൗണിഷ് ആയിട്ടുള്ളത്, റെഡ് എൻ്റെ ഒരെണ്ണുള്ളൂ. അതെൻ്റെ ഫസ്റ്റ് ലിപ്സ്റ്റിക്കാണ്. അന്ന് എനിക്ക് ഈ ന്യൂഡ് കളേഴ്സ്, അതായത് നമ്മുടെ ടോൺ ആൻഡ് ഒന്നും ഇല്ല, റെഡ് ലിപ്സ്റ്റിക് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അത് കളർ സെൻസിൻ്റെ ഒരു റെഡ് ലിപ്സ്റ്റിക് തന്നെയുള്ളത് എൻ്റെ ഫസ്റ്റ് ലിപ്സ്റ്റിക്കാണ്. പിന്നെ അതിന് ശേഷം വാങ്ങിയിട്ടുള്ളതൊക്കെ ഇങ്ങനത്തെ പിങ്ക്, ബ്രൗൺ കളറുകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാതും ഓൾമോസ്റ്റ് ഒരു ഷെയ്ഡ് പോലെ തന്നെയാണ് എപ്പോഴും തോന്നാറുള്ളത്. അടുത്ത ഷെയ്ഡായിട്ട് ഇത് മെബിലൈൻ്റെ മെയ്ഡീസി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് കുറച്ചും കൂടി ഒരു പിങ്കിഷ് ഓറഞ്ചിഷ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതിൻ്റെ റീസെൻറ്റ് പർച്ചേസാണ്. ഈ അടുത്ത് തന്നെയാണ് വാങ്ങിയത്, ഈ ഇയറിൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു 4 സംഭവങ്ങളാട്ടോ. മാൾസിൻ്റെ കോറസ് ഗേൾ, മേബിലൈൻ്റെ മെയ്ഡീസി, പിന്നെ LITൻ്റെ നട്ടി ലൈറ്റും, പിന്നെ ന്യൂ ഡ്രീമും ലാക്മിയുടെ. ബാക്കിയൊന്നും അങ്ങനെ അത്ര ഫേവറേറ്റല്ല. അതുപോലെ തന്നെ ഈ ഒരു മേബിലൈൻ്റെ മെയ്ഡീസിന് റേറ്റ് 200 ബിലോ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഇതൊക്കെ പോവാനാണ് ഭയങ്കര പാട്.
മേബിലാൻ്റെ മേഡീസിൻ പറഞ്ഞിട്ടുള്ള ഈ ഷെയ്ഡ് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല കേട്ടോ, സോറി ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല ഷെയ്ഡാണ്. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ദെൻ നെക്സ്റ്റ് ഷെയ്ഡായിട്ട് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു ഷെയ്ഡുണ്ട്, കോഫി കമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ വാങ്ങിയിട്ട് 1 year ആയിട്ടുണ്ട്. ഉണ്ണി കളിച്ചിട്ട് ഒരു വിധത്തിലാക്കിയിട്ടുണ്ട്. ശരിക്കും എൻ്റെ കയ്യിൽ വേറെ 2 ഷെയ്ഡും കൂടി ഉണ്ടായിരുന്നു. മാഴ്സിൻ്റെ ഒരു ഷെയ്ഡും ഉണ്ടായിരുന്നു, മാഴ്സിൻ്റെ 2 ഷെയ്ഡ് ഉണ്ടായിരുന്നു, ഗേൾ പവറും പിന്നെ വേറൊരു ഷെയ്ഡും ഉണ്ടായിരുന്നു. രണ്ടും ഉണ്ണിയെടുത്ത് കളഞ്ഞു. ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഗേൾ കമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്, കോഫി കമാൻഡ് എന്നുള്ള ഷെയ്ഡാണ്. ഇതും നല്ലൊരു ഷെയ്ഡാണ്. ഇതൊരു ഓറഞ്ച് ടിൻ്റാട്ടോ. ഇതിന് റേറ്റ് കുറവാണ്, 120 ബിലോ ആണ്. ഞാൻ എന്തായാലും പ്രൈസും ഡീറ്റെയിൽസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഓക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇത് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, അതുപോലെ തന്നെ വരും, ലോങ് ലാസ്റ്റിംഗ് അല്ല. ലിപ്സ്റ്റിക്ക് മാറി മാറി ഇട്ടിട്ട് ചുണ്ടൊരു പരിവായിണ്ട്. ഓൾമോസ്റ്റ് ഒരു ഇതെല്ലാ ഷെയ്ഡും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാണ് എൻ്റെ ഫസ്റ്റ് ലിപ്സ്റ്റിക്ക്. ഇത് ഉണ്ണി കടിച്ചിട്ടൊക്കെ ഒരു കോലാക്കിയിട്ടുണ്ട്. ഇത് കളർ സെൻസിൻ്റെ ഒരു ഷെയ്ഡാണ്. ഷെയ്ഡ് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നല്ല റെഡാണ്. നല്ല ഭയങ്കരമായിട്ടുള്ള റെഡ് ഷെയ്ഡാണിത്. ഞാനങ്ങനെ ഇടലൊന്നുമില്ല. ഞാനിപ്പോൾ ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറയുമ്പോൾ കാണിച്ചു തരുന്നതാണ്. അതങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല, കാരണം നല്ല കടുപ്പ് റെഡാണ്. പിന്നെ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇനി അടുത്തൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് റെനയുടെ ഈ ഒരു ഇതാണ്. ഇതെനിക്ക് സ്മിത്ത് ചാനലിൽ നമ്മൾ ഒരു 199ൻ്റെ കുറച്ച് സംഭവങ്ങൾ വാങ്ങുമല്ലോ, അപ്പോൾ അതിൽ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് റെനയുടെ ഈ ഒരു ഷെയ്ഡ്. ഇത് കോമഡി ആയിട്ടുണ്ടല്ലേ ഈ ഷെയ്ഡ്. ഇത് ഭയങ്കര കോമഡി ആയിട്ടുണ്ടല്ലേ. യൂസ് ആക്കലില്ല, ലിപ്സ്റ്റിക് കളക്ഷനിൽ കാണിച്ചെന്നുള്ളൂ, യൂസ് ആക്കലില്ല. എത്ര മാച്ചിട്ടും പോണില്ല, മതിയായി. ഇത് ലാസ്റ്റ് ഷെയ്ഡാണ്, നൈക്കയുടെ സിനമൺ ചായ എന്നുള്ള ഷെയ്ഡ്. ഇത് നേരത്തെ എന്നെക്കാണ്ടും ഇതാണ്, കാരണം ഫസ്റ്റ് ഒന്നും അങ്ങനെ ലിപ്സ്റ്റിക്സിനെ പറ്റി അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരുപാട് ലിപ്സ്റ്റിക്ക് ഇങ്ങനെ കുറേ അബദ്ധം പറ്റി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 2-3 എണ്ണമാണ് ഈ കളർ സെൻസിൻ്റെ അതും. പിന്നെ ഇത് സിനമൺ ചായ എന്നുള്ള ഷെയ്ഡാണ്. ഇതിൽ അങ്ങനെ ഒരുപാട് ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ഇല്ല, 2 ഉള്ളൂ.
രണ്ടെണ്ണത്താണ് അവസ്ഥ. കൂടുതൽ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ലിപ്സ്റ്റിക്സിൻ്റെ ഒരു ഷെയ്ഡ് കളക്ഷൻ വന്നത്. ഇത് വിറ്റാണ്ട് ഇത് ഞാൻ അങ്ങനെ ഇട്ടിരുന്നില്ല. ഇപ്പോഴായി പിന്നെ ഞാനിത് ന്യൂഡ് ലിപ്സ്റ്റിക്സിൻ്റെ കൂടെ ഇപ്പോൾ ന്യൂഡ് ലിപ്സ്റ്റിക്സ് ആണല്ലോ ട്രെൻഡ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എലഗേറ്റിയുടെ ഈ ഒരു ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി ഇത് ഭയങ്കര ഒരു ഈ ലിപ്സ്റ്റിക് കളക്ഷൻ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മെനക്കെട്ടൊരു പരിപാടിയായിട്ട്. എൻ്റെ ചുണ്ടിൻ്റെ ഫുൾ പരിപ്പ് ഇളകിയിട്ടുണ്ട്, കുറേ ഭയങ്കര നീറണ പൊട്ടി പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതായിരുന്നു, എൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറയുന്നത്. ഈ ലിപ്സ്റ്റിക് കളക്ഷൻ ഷൂട്ട് ചെയ്തിരിക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല കേട്ടോ. നമ്മൾ ഓരോ ലിപ്സ്റ്റിക് ഇട്ട് പിന്നെ മാച്ച് വരുമ്പോൾ നമ്മൾ ചുണ്ടിൻ്റെ പരിപ്പിളകും. അപ്പോൾ എൻ്റെ ഒരുപാട് ലിപ്സ്റ്റിക്സ് ഒന്നുമില്ല, ജസ്റ്റ് 10 ലിപ്സ്റ്റിക്സ് ആണുള്ളത്. ഒരുപാട് കൂടുതൽ പിങ്കിഷ് ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ വേറെ വീഡിയോ ഉടനെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.